എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. +1 ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിന്റെ വീഡിയോസുകളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലാസ്റ്റത്തെ ഒരു സെക്ഷൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഞാൻ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. റേഡിയേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോർഷനാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് വെച്ചാൽ ഒരു ബോഡിയാണ്. അതെന്താണ്? എല്ലാ റേഡിയേഷനും ആ ബോഡിയിലേക്ക് വന്ന് വീഴുന്ന എല്ലാ റേഡിയേഷനും അത് അബ്സോർവ് ചെയ്യും. അതായത് എല്ലാ വേവ് ലെങ്തിലുള്ള റേഡിയേഷനെയും അത് അബ്സോർവ് ചെയ്യും. അങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡീനെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയും. മനസ്സിലാകുന്നത്? ബ്ലാക്ക് ബോഡി എന്ന് വെച്ചൊരു ഒബ്ജക്റ്റ് ആണ് ദാറ്റ് അബ്സോർബ്സ് ഓൾ റേഡിയേഷൻസ് ഫോളിങ് ഓൺ ഇറ്റ് അറ്റ് ഓൾ വേവ് ലെന്ത്. ഏതൊരു വേവ് ലെന്തിലുള്ള ലൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വേവ് ലെന്തിലുള്ള റേഡിയേഷൻ ആണെങ്കിലും അതിലേക്ക് വന്ന് വീഴുമ്പോൾ അതെല്ലാം അത് അബ്സോർവ് ചെയ്യും. അങ്ങനെ അബ്സോർവ് ചെയ്യുന്ന ഒരു ബോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി നമ്മൾ ഹീറ്റ് ചെയ്യും. ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുകയെന്ന് ചോദിച്ചു. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബോഡി ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ എന്താണ് റേഡിയേഷൻസിനെല്ലാം എമിറ്റ് ചെയ്യും. അതിന് പോസിബിൾ ആയിട്ടുള്ള റേഡിയേഷൻസിനെല്ലാം എമിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പൊ ബ്ലാക്ക് ബോഡി എന്ന് വെച്ചാൽ എന്താണ്? ബ്ലാക്ക് ബോഡി എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ആണ് ദാറ്റ് അബ്സോർബ്സ് ഓൾ റേഡിയേഷൻസ് ഫോളിങ് ഓൺ ഇറ്റ് അറ്റ് ഓൾ വേവ് ലെന്ത്. ഏതൊരു വേവ് ലെന്തിലുള്ള റേഡിയേഷൻസിനെ എല്ലാം അത് അബ്സോർവ് ചെയ്യും. അതിനാണ് നമ്മുടെ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുകയും ചെയ്യും. എല്ലാ പോസിബിൾ ആയിട്ടുള്ള വേവ് ലെന്തിലുള്ള റേഡിയേഷൻസിനെയും അത് എമിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്. മനസ്സിലായല്ലോ? റേഡിയേഷൻസ് എമിറ്റഡ് ബൈ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പം ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1-2 ലോസുകളുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് പഠിക്കാനുള്ളത് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയും കേട്ടോ. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. അപ്പോൾ ഈ ലോ എന്താ നമുക്ക് നോക്കാം. ലോയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, അതേപടി പഠിച്ചോണം കേട്ടോ. ദ വേവ് ലെന്ത് ഫോർ വിച്ച്, ആ വേവ് ലെന്തിനെ നമ്മൾ ലാംഡ എം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. വേവ് ലെന്ത് ഫോർ വിച്ച് എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് എ മാക്സിമം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. അതായത് ഒരു ബ്ലാക്ക് ബോഡി എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. എനർജി എമിറ്റ് ചെയ്യുന്ന അതിന്റെ വേവ് ലെന്ത് പറഞ്ഞിരിക്കുന്നത് ലാംഡ എം ആണ്. അതിന്റെ വേവ് ലെന്ത് ലാംഡ എം ആണ്. ദാറ്റ് ഈസ് ആ വേവ് ലെന്ത് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. ഒരു ബ്ലാക്ക് ബോഡി ഒരു എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ എനർജിയുടെ വേവ് ലെന്ത് ആണ് ലാംഡ എം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് നോൺ ആസ് ദ വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. എളുപ്പമല്ലേ പഠിക്കാൻ? ദ വേവ് ലെന്ത് ഫോർ വിച്ച് ദ എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് എ മാക്സിമം ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. മനസ്സിലാകുന്നല്ലോ? അപ്പൊ ഇതാണ് അതിന്റെ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ആണോ, അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ലാംഡ എം എന്ന് വെച്ചാൽ ആ മാക്സിമം വേവ് ലെന്ത് ആണ് കേട്ടോ. ആ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന മാക്സിമം വേവ് ലെന്ത് ആണ് ലാംഡ എം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. മനസ്സിലായല്ലോ? ദെൻ ഇക്വേഷൻ കണ്ടല്ലോ. ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ലാംഡ എം ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതി. ഈ കോൺസ്റ്റന്റ് നമ്മൾ എന്തെങ്കിലും ലെറ്റർ ഒക്കെ വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ് വീൻസ് കോൺസ്റ്റന്റ് എന്ന് പറയും കേട്ടോ. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കും ലാംഡ എം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നല്ലേ ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുകയാണെന്ന് ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കും. ആ കോൺസ്റ്റന്റ് ഞാൻ ബി ഒന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ബി ബൈ ടി എന്ന് എഴുതാം. ഓർ ലാംഡ എം ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ബി എന്ന് എഴുതാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ബി എന്ന് പറഞ്ഞാൽ എന്നൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ പറയുന്ന പേരാണ് വീൻസ് കോൺസ്റ്റന്റ് എന്ന് പറയും കേട്ടോ. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 2.9 × 10⁻³ മീറ്റർ കെൽവിൻ ആണ് വീൻസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. ക്ലിയർ ആയല്ലോ? വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ദ വേവ് ലെന്ത് ഫോർ വിച്ച് എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് എ മാക്സിമം ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഓർ ലാംഡ എം ഇൻറ്റു ടി ഈസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് എ വീൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 2.9 × 10⁻³ മീറ്റർ കെൽവിൻ. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ലോ ആണ് സ്റ്റീഫാൻസ് ബോൾട്ട്സ്മാൻ ലോ എന്ന് പറയും കേട്ടോ. സ്റ്റീഫാൻസ് ബോൾട്ട്സ്മാൻ ലോ എന്താണ് ലോ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഇതിന്റെ ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കുക കേട്ടോ. ദ എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ 4th പവർ ഓഫ് ദി ആബ്സലൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് ബോഡി.
എന്താണ് the amount of energy emitted by a body is directly proportional to the fourth power of the absolute temperature of the body. അതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഇക്വേഷൻ വെച്ച് എഴുതുവാണെന്നുണ്ടെങ്കിൽ എനർജിനെ നമ്മൾ ഇ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് ദി ആബ്സലൂട്ട് ടെമ്പറേച്ചർ. ആബ്സലൂട്ട് ടെമ്പറേച്ചറിനെ ഞാൻ ടി വെച്ച് റെപ്രസെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫോർത്ത് പവർ ഓഫ് ദി ആബ്സലൂട്ട് ടെമ്പറേച്ചർ. അപ്പൊ ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ എന്താണ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്? ദി എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ് ബൈ എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് ദി ആബ്സലൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് ബോഡി. ഇ ബി പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 4 എന്ന് എഴുതാം. നമ്മളപ്പോ ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ ഒന്ന് മാറ്റണം ഇല്ല, അതിനുവേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് സിഗ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. സിഗ്മ ഇൻറ്റു ടി റേസ് ടു 4 എന്ന് എഴുതി. ഈ സിഗ്മ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന് നമ്മളൊരു പേര് പറയും സ്റ്റിഫാൻസ് കോൺസ്റ്റന്റ് എന്ന് പറയും കേട്ടോ. സ്റ്റിഫാൻസ് കോൺസ്റ്റന്റ് അതിനൊരു വാല്യൂ ഉണ്ട്, അതായത് 5.67 ഇൻറ്റു 10⁻⁻8 വാട്ട് പെർ മീറ്റർ സ്ക്വയർ പെർ ടി റേസ് ടു 4 എന്ന് വരും. ടി അല്ല, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിനിലാണ്, അപ്പം കെൽവിൻ റേസ് ടു 4 എന്ന് വരും. അത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ പെർ കെൽവിൻ റേസ് ടു 4 കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അതിന്റെ സ്റ്റിഫാൻസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ പറഞ്ഞ ഒരു ബ്ലാക്ക് ബോഡി കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിന്റെ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് പവർ ഓഫ് ദി ആബ്സലൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ബ്ലാക്ക് ബോഡി ഇതിന്റെ ടെമ്പറേച്ചർ നമ്മൾ ടി ആന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ നമ്മൾ വേറെ ബ്ലാക്ക് ബോഡി ഒരു ടെമ്പറേച്ചർ T0 ഉള്ള ഒരു ബ്ലാക്ക് ബോഡി ആയിട്ട് സറൗണ്ട് ചെയ്തിരിക്കുകയെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ഒരു ബ്ലാക്ക് ബോഡി നമ്മൾ കൺസിഡർ ചെയ്തു, അതിന്റെ ടെമ്പറേച്ചർ ടി ആണ്. ദെൻ ഈ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ സറൗണ്ടഡ് ബൈ അനദർ ബ്ലാക്ക് ബോഡി, മറ്റൊരു ബ്ലാക്ക് ബോഡി ആയിട്ട് സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ടെമ്പറേച്ചർ T0 എന്ന് വിചാരിച്ചു. അപ്പം ഈ ടി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതൽ. T0-നേക്കാളും ടെമ്പറേച്ചർ കൂടുതൽ ഏതാണ്? ടി ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാവുക അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ലോസ് ഓഫ് റേഡിയോ എനർജി പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ എന്താണ് എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ടൈമിൽ എന്തുമാത്രം എനർജി അവിടെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എമിറ്റ് ചെയ്യുന്ന എനർജിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇ ബി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടി റേസ് ടു 4 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ഇക്വേഷൻ എങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്യും? സിഗ്മ ഇൻറ്റു എങ്ങനെയായിട്ട് മാറും? ടി റേസ് ടു 4 മൈനസ് T0 റേസ് ടു 4 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഇതാണ്. ഇ ബി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടി റേസ് ടു 4 ആണ്. ദെൻ നമ്മൾ പറഞ്ഞു ബ്ലാക്ക് ബോഡീനെ മറ്റൊരു സറൗണ്ടിങ്സിൽ വെക്കുവാന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ T0 ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ ടി ഗ്രേറ്റർ ദാൻ T0 ആണ്. അങ്ങനെ ആവുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇ ബി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടി റേസ് ടു 4 മൈനസ് T0 റേസ് ടു 4 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബ്ലാക്ക് ബോഡി ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി അല്ല നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞിരിക്കുന്നത് നോട്ട് എ പെർഫെക്റ്റ് എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. ദ ബോഡി ഈസ് നോട്ട് എ പെർഫെക്റ്റ് ബ്ലാക്ക് എന്ന് പറയാം. ബോഡി ഈസ് നോട്ട് എ പെർഫെക്റ്റ് കേട്ടോ. ദ ബോഡി ഉണ്ടല്ലോ, ദ ബോഡി ഈസ് നോട്ട് എ പെർഫെക്റ്റ് ബ്ലാക്ക്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ മാറും. അപ്പൊ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് എനർജി ഇ ഈസ് ഈക്വൽ ടു നോക്കുക എപ്സിലോൺ ഇൻറ്റു ഇ ബി എന്ന് വരും. എപ്സിലോൺ ഇൻറ്റു ഇത് എപ്സിലോൺ ആണ് കേട്ടോ. ഇതിനെ പറയുന്ന പേരാണ് എപ്സിലോണിനെ പറയുന്ന പേരാണ് എമിസിവിറ്റി എന്ന് പറയും കേട്ടോ. എമിസിവിറ്റി എന്താണ്? എമിസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എമിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി എന്തുമാത്രം എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിന്റെ മെഷറിനെയാണ് കേട്ടോ. ബ്ലാക്ക് ബോഡി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റു ബോഡി എന്തുമാത്രം എനർജി അവിടെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു മെഷറാണ് എമിസിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എബിലിറ്റി ടു റേഡിയേറ്റ് എന്ന് പറയാം. അതാണ് എമിസിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. എബിലിറ്റി ടു റേഡിയേറ്റ്, അതായത് ബ്ലാക്ക് ബോഡി ആയിട്ട് കമ്പയർ ചെയ്ത് നിൽക്കുമ്പോൾ എന്തുമാത്രം എനർജി അവിടെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ മെഷറാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എമിസിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ക്ലിയർ ആയല്ലോ എമിസിവിറ്റി എന്താന്നുള്ളത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എനർജി ഇല്ലേ, എനർജി ഇ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ ബി ഏതാണ്? സിഗ്മ ടി റേസ് ടു 4 എന്ന് വന്നു അല്ലെ. ഇ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സിഗ്മ ടി റേസ് ടു 4 എന്ന് വന്നു. മനസ്സിലായല്ലോ? ഇത് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? അതായത് സറൗണ്ടിങ്സിന്റെ കേസ് നമ്മൾ സറൗണ്ടിങ്സിൽ വെച്ചു. ടെമ്പറേച്ചർ T0 എന്ന് പറഞ്ഞത് സറൗണ്ടിങ്സിൽ വെച്ചു. ദെൻ അങ്ങനെ ആവുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുവാണ്, ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? അതായത് സറൗണ്ടിങ്സിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ലോസ് ഓഫ് റേഡിയോ എനർജി പെർ യൂണിറ്റ് ഏരിയ. ദെൻ അങ്ങനെ ആവുകയാണെങ്കിൽ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റേറ്റ് ഓഫ് ലോസ് ഓഫ് റേഡിയോ എനർജി പെർ യൂണിറ്റ് ഏരിയ അല്ലേ. സറൗണ്ടിങ്സിൽ ഇരിക്കുമ്പോൾ അല്ലേ അവിടെ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ലോസ് ഓഫ് റേഡിയോ
എനർജി പെർ യൂണിറ്റ് ഏരിയ അല്ലേ. അപ്പോൾ ആ ഇക്വേഷനും എങ്ങനെ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ കേസിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ E ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ ബി എന്താണ്? സിഗ്മ ഇൻറ്റു T⁴ മൈനസ് T⁴4 എന്നും വരും. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് സ്റ്റീഫാൻസ് ബോൾട്ട്സ്മാൻ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ് ബൈ എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ 4th പവർ ഓഫ് ദി ആബ്സലൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് ബോഡി. അതാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കാം. ദെൻ അതിന്റെ ഇക്വേഷൻ, സ്റ്റേറ്റ്മെന്റിന്റെ ഇക്വേഷൻ ഇതാണ്. ദെൻ അതിൽ നമുക്ക് ജനറൽ ഇക്വേഷൻ നമ്മൾ EB ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു T⁴ എന്ന് എഴുതി. പിന്നെ എന്താണ്? ഈ ബോഡിനെ മറ്റൊരു ബ്ലാക്ക് ബോഡി സറൗണ്ട് ചെയ്തിരിക്കുകയാണ്, ടെമ്പറേച്ചർ T0. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്യും? ഇങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറയുന്നത് ബോഡി ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി അല്ല. ദ ബോഡി ഈസ് നോട്ട് എ പെർഫെക്റ്റ് ബ്ലാക്ക്. ഇങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ E ഈസ് ഈക്വൽ ടു എനർജി E ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു EB എന്ന് വരും. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു റേഡിയേറ്റ്. എമിസിവിറ്റി ആണ് കേട്ടോ. എമിസിവിറ്റി ആണ്, ദാറ്റ് ഈസ് എബിലിറ്റി ടു റേഡിയേറ്റ്. ദെൻ ഇക്വേഷൻ. അപ്പൊ രണ്ട് ഇക്വേഷൻസ് എങ്ങനെയായിട്ട് മാറും നോക്കുക. അപ്പൊ ഇതാണ് സ്റ്റീഫാൻസ് ബോൾട്ട്സ്മാൻ ലോ എന്ന് പറയുന്നത്. തന്നെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ് കേട്ടോ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അതേപടി അങ്ങ് പഠിക്കുക കേട്ടോ. അത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് കൂളിംഗ്. ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? കൂൾ ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഓർ റേറ്റ് ഓഫ് കൂളിംഗ് ഓഫ് എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ്സ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് നമ്മൾ QH റെപ്രസെന്റ് ചെയ്യും. അതിന്റെ റേറ്റ് ആണ് d/dt എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതായത് -dq ഇങ്ങനെയാണ്. -dq/dt ഈസ് പ്രൊപ്പോർഷണൽ ടു T2 - T1 എന്ന് പറയും. ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ്സ്. ബോഡിയിലത്തെ ടെമ്പറേച്ചറും സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചറും. T1 എന്ന് പറഞ്ഞിരിക്കുന്നത് സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ ആണ്. T2 എന്ന് പറഞ്ഞാൽ ബോഡിയിലത്തെ ടെമ്പറേച്ചർ ആണ്. അപ്പം അതിന്റെ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ഉപയോഗിച്ചു. അതാണ് ഈ K എന്ന് പറഞ്ഞിരിക്കുന്നത്. K എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ ആൻഡ് നേച്ചർ ഓഫ് ദി സർഫസ് ഓഫ് ദി ബോഡി. ആ K എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഏരിയയും അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദി സർഫസ്, ആ ബോഡിയുടെ സർഫസിന്റെ നേച്ചർ ഉണ്ട്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും Kയുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ K എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് പറയുന്നത്? അത് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഓഫ് എ ബോഡി ഈസ് proportional to the difference of temperature of the body and the surroundings. Difference of temperature of the body and the surroundings. And the equation, മനസ്സിലായല്ലോ? ഇക്വേഷൻ -dq/dt is equal to K into T2 minus T1. T2 എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആണ്. T1 എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്സ് ആണ്. K എന്ന് വെച്ചാൽ പോസിറ്റീവ് കോൺസ്റ്റന്റും ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി ഈ ഒരു ബോഡി നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുകയാണ്. M മാസ് ഉള്ള ഒരു ബോഡിയാണ്. അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഞാൻ S ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതിന്റെ ടെമ്പറേച്ചർ T2 ആണ്. ബോഡിയുടെ ടെമ്പറേച്ചർ T2 ആണെന്ന് വിചാരിച്ചു. നമുക്കറിയാം T1 എന്ന് പറഞ്ഞാൽ എന്താണ്? സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ ആണെന്ന് നമുക്കറിയാം. ഈ ബോഡിയുടെ ടെമ്പറേച്ചർ T2 ആയിരുന്നു. അത് പതിയെ കുറഞ്ഞു വന്നിട്ട് ഒരു സ്മോൾ എമൗണ്ട് കുറഞ്ഞു, അതായത് T2 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്മോൾ എമൗണ്ട് ഇത് കുറഞ്ഞു വരുവാന്ന് വിചാരിച്ചു. അറ്റ് എ ടൈം DT, അതായത് DT എന്ന് പറഞ്ഞൊരു സമയത്തിൽ ചെറിയ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചറോടെ ഫോൾ ചെയ്യുകയെന്ന് വെച്ചാൽ DT2 എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചറോടെ ഫോൾ ചെയ്യുകയെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ലോസ്റ്റ്, അവിടെ ഹീറ്റ് നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ലോസിനെ നമുക്ക് DQ എന്ന് എഴുതാം കേട്ടോ. ഹീറ്റ് ലോസിനെ നമുക്ക് DQ എന്ന് എഴുതാം. DQ ഈസ് ഈക്വൽ ടു MS DT2 എന്ന് എഴുതാം. നമ്മൾ പഠിച്ചതാണ് കേട്ടോ ഈ ഇക്വേഷന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ. ദെൻ അങ്ങനെ ആവുകയാണെങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? dq/dt. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറയുമ്പോൾ dq/dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു MS ഇൻറ്റു DT2 ഡിവൈഡ് ബൈ DT ടൈമിലല്ലേ? DT ടൈമിലാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഈ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും കൺസിഡർ ചെയ്തു. മനസ്സിലായി? അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കൂടെ കമ്പയർ ചെയ്യുക. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമ്മൾ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാമല്ലോ. കമ്പയർ ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡ് ഒരുപോലെയാണല്ലോ. അപ്പൊ നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പം എഴുതാം MS DT ഈസ് ഈക്വൽ ടു K ഇൻറ്റു T2 മൈനസ് T1 എന്ന് എഴുതാം. മനസ്സിലായല്ലോ?
ഇനി ഞാൻ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോണം കേട്ടോ. dt2 ഡിവൈഡ് ബൈ ഈ t2 മൈനസ് t1 ഞാൻ ഇങ്ങോട്ട് ഇടുന്നു. t2 മൈനസ് t1 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു കെ കിടപ്പുണ്ട്. ഈ മൈനസ് ഇങ്ങോട്ട് ഇടുന്നു. അപ്പം മൈനസ് കെ ഈ എം എസിനെ ഇവിടെ കൊണ്ടുവന്നു. ഡിവൈഡ് ബൈ എം എസ് ഇൻറ്റു ഡി ടി അങ്ങോട്ടും പോയി. ഡി ടി എന്ന് എഴുതി. ഇനി ഈ കെ ഡിവൈഡ് ബൈ എം എസ് ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്. ക്യാപിറ്റൽ കെ കൊടുക്കുകയാണ്. ക്യാപിറ്റൽ കെ അപ്പം ക്യാപിറ്റൽ കെ എന്ന് വെച്ചാൽ കെ ബൈ എം എസ് ആണ്. അത് ഞാൻ അങ്ങനെ കൊടുത്തു. അപ്പം മൈനസ് കെ ഇൻറ്റു ഡി ടി എന്ന് വന്നു. മനസ്സിലായല്ലോ. എന്നിട്ട് അപ്പൊ ഇക്വേഷൻ എങ്ങനെ വന്നു? അപ്പൊ നമുക്ക് എഴുതാൻ സാധിക്കും ഇക്വേഷൻ ഡി ടി ടു ഡിവൈഡ് ബൈ ടി ടു മൈനസ് ടി വൺ ഈസ് ഈക്വൽ ടു മൈനസ് കെ മൈനസ് ക്യാപിറ്റൽ കെ ആണ്, മൈനസ് ക്യാപിറ്റൽ കെ ഇൻറ്റു ഡി ടി എന്ന് എഴുതി. ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പറഞ്ഞാൽ ലോഗ് കേട്ടോ, ലോഗ് ഈ ടി ടു മൈനസ് ടി വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി എന്ന് വരും കേട്ടോ. അപ്പം ഏകദേശം നിങ്ങൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ബാക്കി ഇന്റഗ്രേഷൻ്റെ കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഏകദേശം നിങ്ങൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഏകദേശം ഇത്രയൊക്കെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എം മാസ് ഉള്ള ഒരു ബോഡി, സ്പെസിഫിക് കപ്പാസിറ്റി എസ് ആണ്, അതിന്റെ ടെമ്പറേച്ചർ T2 വരുന്നത്, ടെമ്പറേച്ചർ ഫോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ T2 ടെമ്പറേച്ചർ ഫോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഇക്വേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്താൽ വേറെ വാല്യൂ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് തൽക്കാലം അത്യാവശ്യം ഇത്രയും മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അപ്പം എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, അതിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഇക്വേഷനും മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായാലും ഇത്തരം കാര്യങ്ങൾ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ലോസ് നമ്മൾ കണ്ടു. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയും അതുപോലെ എന്താണ് സ്റ്റീഫൻസ് ബോൾട്സ്മാൻ ലോ കണ്ടു. പിന്നെ നമ്മൾ പഠിച്ചല്ലോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക, അതുപോലെ അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ തെർമൽ പ്രോപ്പർട്ടീസിന്റെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് നിങ്ങൾ കാണുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇനിയും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. ഓൾറെഡി +1 പോർഷൻസിന്റെ എല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻ കേസ് ഏതെങ്കിലും പോർഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകളായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്